2035 ചന്ദ്രനിൽ ഇറങ്ങുമെന്ന് പാകിസ്ഥാൻ. ഭീകരത, കടക്കെണിയിൽ മുങ്ങിത്താഴ്ന്ന സമ്പദ്വ്യവസ്ഥ, നിരന്തരമായ രാഷ്ട്രീയ അശാന്തി എന്നിവയാൽ വലയുന്ന പാകിസ്ഥാനാണ് പുതിയ ലക്ഷ്യവുമായി രംഗത്ത് വന്നത്. ഒരു വശത്ത് കടങ്ങൾ വീട്ടാൻ പാകിസ്ഥാൻ പുതിയ വായ്പകൾ എടുക്കുന്നു, മറുവശത്ത് ചന്ദ്രനിലെത്താൻ സ്വപ്നം കാണുന്നു. 2023 ഇന്ത്യ ചാന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറക്കിയത് മുതൽ പാകിസ്ഥാൻ അതുമായി പൊരുത്തപ്പെടാൻ മത്സരിക്കുകയാണ്. 2035 ചന്ദ്രനിൽ ഇറങ്ങാനാണ് പാകിസ്ഥാന്റെ പദ്ധതി. പക്ഷേ ബഹിരാകാശ ശാസ്ത്രം പഠിക്കാൻ ശരിയായ സർവകലാശാല പോലുമില്ലാത്ത പാകിസ്ഥാൻ ഇതെങ്ങനെ ചെയ്യും എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഇതിനാൽ തന്നെ ഈ സ്വപ്നങ്ങൾക്ക് പിന്നിലും പാകിസ്ഥാന് ഉറ്റ സുഹൃത്തായ ചൈനയുടെ സഹായം ആവശ്യമാണ്. ഇന്ത്യക്ക് ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പ് പാകിസ്ഥാൻ ബഹിരാകാശ ഗവേഷണ പരിപാടി ആരംഭിച്ചിരുന്നു. പക്ഷേ ഇന്ന് വരെ ഒരു സ്വതന്ത്ര ബഹിരാകാശ ദൌത്യവും അയക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിശയം. കൂടുതൽ ശാസ്ത്രീയവും തന്ത്രപരവുമായ സഹകരണം തേടി ബീജിംഗിലുള്ള പാകിസ്ഥാൻ മന്ത്രി അഹ്സാൻ ഇക്ബാൽ തിങ്കളാഴ്ച ചൈനീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2028 വിക്ഷേപിക്കാൻ പോകുന്ന ചൈനയുടെ ചാങ് 8 ദൌത്യത്തിനൊപ്പം പാകിസ്ഥാൻ 35 കിലോഗ്രാം ഭാരമുള്ള ഒരു മൂൺ റോവറും അയക്കുമെന്ന് അഹ്സാൻ ഇക്ബാൽ പറഞ്ഞു. ഈ ദൌത്യത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പാകിസ്ഥാൻ അതിന്റെ ബഹിരാകാശ ഏജൻസിയായ സൂപ്പർകോയ്ക്ക് നൽകിയിട്ടുണ്ട്. ഉഡാൻ പാകിസ്ഥാൻ എന്ന് പേരിട്ടിരിക്കുന്ന രാജ്യത്തിന്റെ മരവിപ്പിച്ച ബഹിരാകാശ പദ്ധതി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സജീവമാക്കിയിട്ടുണ്ടെന്ന് അഹ്സാൻ ഇക്ബാൽ അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.